യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സാമൂഹ്യനീതിയുടെ മറ്റൊരു പ്രവാചകനായ ഏശയ്യാ പ്രവാചകൻ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാർക്കും സമ്പന്നർക്കുമെതിരെ കർശനമായ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതായിരുന്നു. നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായത്. ആ കാര്യങ്ങൾ ഏശയ്യാ പ്രവാചകൻ്റെ സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യുകയാണ്. ഇന്ന കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഏശയ്യാ പ്രവാചകൻ്റെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ച് പറഞ്ഞ് ആരംഭിച്ചു. അപ്പോൾ അത് നമുക്ക് തുടരാൻ സാധിച്ചില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ നമുക്ക് തുടരുന്ന നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഇസ്രായേലിലെ ശ്രേഷ്ഠർക്കും രാജാക്കന്മാർക്കും എതിരെ പ്രവാചകനായ ഏശയ്യാ സംസാരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പം തുടർന്നും അദ്ദേഹം പല വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരെ പീഡിപ്പിക്കുന്ന, അവരോട് അനീതി കാണിക്കുന്ന ഒരുപാട് വിഭാഗം ആളുകളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ദരിദ്രരെ പീഡിപ്പിക്കുന്ന സമ്പന്നരായിട്ടുള്ള ഭൂ ഉടമകളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതൊരു വിഭാഗമാണ്. സമ്പന്നരായിട്ടുള്ള ഭൂ ഉടമകൾ ഏശയ്യാ പ്രവാചകൻ്റെ വിമർശനത്തിന് വിധേയരാകുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു വിഭാഗമാണ്. അത് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഏശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ തിന്മ എന്താണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം. അതാണ് ഇവിടെ ആ ഒറ്റ വാചകത്തിൽ തന്നെ ഭൂ ഉടമകളുടെ, സമ്പന്നരായിട്ടുള്ള ഭൂ ഉടമകളുടെ അത്യാർത്തി സൂചിപ്പിക്കുകയാണ്. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ചു വസിക്കുന്നവർക്ക് ദുരിതം ഉള്ളതാണ്. അതായത് വിസ്തൃതമായിട്ടുള്ള ഭൂമിയുണ്ട് അവർക്ക്. അയൽക്കാരൻ്റെ ഭൂമി മുഴുവൻ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുകയാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന ഭൂമിയിൽ ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റാർക്കും, ഇവർ സ്വന്തമാക്കുന്ന ഈ ഭൂമിയിൽ മറ്റാർക്കും ഒരു വീട് കെട്ടാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ അവർ സമ്പന്നരായിട്ടുള്ള ഭൂവുടമകളായിട്ട് അവർ മാറുന്നുള്ളതാണ്. ഇത് വിലക്ക് വാങ്ങുന്നതാണ് ആയിരിക്കും, അല്ലെങ്കിൽ കയ്യേറുന്നതായിരിക്കും. രണ്ടും ആകാം. അതായത് ഈ പാവപ്പെട്ടവൻ അവൻ പലതും പണയം വെക്കും. അവൻ അനുദിന ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ ചെറിയ സ്ഥലവും ചെറിയ വീടും ഒക്കെ പണയമൊക്കെ വെച്ചിട്ട് പണയം വസ്തു തിരിച്ചെടുക്കാനായിട്ട് പറ്റാതെ വരുമ്പോഴത്തേക്കും സമ്പന്നന് ആയി വരികയാണ്. പിന്നെ നമുക്ക് പഴയ നിയമത്തിൽ അറിയാമല്ലോ, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിയത്. അതെ, ആ കഥയും നമുക്കറിയാവുന്നതാണ്. അപ്പം സമ്പന്നന് പ്രവാചകൻ പറയുന്നത് അവൻ കയ്യൂക്കുള്ളവനാണ്. കയ്യൂക്കുള്ളവൻ്റെ പക്ഷത്താണ് ഈ നീതിന്യായ വ്യവസ്ഥയും നിൽക്കുന്നത്. കാരണം ന്യായാധിപന്മാർ കോഴ വാങ്ങിച്ച് വിധിക്കുന്നതാണ്. അവൻ ആരുടെ അടുത്തും പറയാനില്ല. ഈ ഭൂമിയിൽ പിന്നെ പരാതി പറയാനായിട്ടുള്ളതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പക്കൽ മാത്രമേ ഉള്ളൂ. ദൈവം പ്രതികാരം ചെയ്യുമെന്ന് പ്രവാചകന്മാർ പറയുന്നുമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭൂമി നമ്മൾ മറ്റാർക്കും വസിക്കാൻ കഴിയാത്ത വിധത്തിൽ
ആണ് ഇവർ ഭൂമി മുഴുവൻ വാങ്ങിച്ചു കൂട്ടുകയാണ്, വിസ്തൃതമായിട്ടുള്ള ഭൂമിയുടെ ഉടമകളായി എന്നുള്ളതാണ്. അപ്പം ഇവിടെ അവർക്ക് ദുരിതം എന്നാണ് കർത്താവ് പറയുന്നത്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ ഇത് പല നാടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. അതായത് ആളുകൾ, സമ്പന്നരായിട്ടുള്ള മനുഷ്യർ ഇങ്ങനെ ഭൂമി വാങ്ങിച്ചു കൂട്ടി അത് അവരുടെ സ്വന്തമാക്കി കഴിയുമ്പോഴത്തേക്കും പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു തുണ്ട് ഭൂമി കിട്ടാനില്ല, ഒരു തുണ്ട് ഭൂമി കിട്ടാനില്ല എന്നുള്ളതാണ്. ഒരു 3 സെന്റ്. കാരണം അവരാരും ഇതിൻ്റെ തന്നെ വിൽക്കാനായിട്ട് ഉടനെ ഉദ്ദേശിക്കുന്നില്ല, അവരുടെ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മധ്യത്തിലാണ് ഇവർ വീട് പണിയിച്ച് വെക്കുന്നത്. അല്ല, ഈ സമ്പന്നര് മോഹവിലക്കാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്. അതെ. അപ്പോൾ പാവപ്പെട്ടവന് ആ വിലക്ക് കിട്ടില്ല. അത് വേറൊരു പ്രശ്നമാണ്. സാധാരണക്കാരന് അവർ നേരിടുന്ന, ഒരു പാവപ്പെട്ടവൻ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഒരു 3 സെന്റ് സ്ഥലമോ 5 സെന്റ് സ്ഥലമോ വാങ്ങിച്ചിട്ട് ഒരു ചെറിയ ഒരു വീട് പണിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടപ്പാകുന്നില്ല. കാരണം ക്രമാതീതമായിട്ട് ഭൂമിയുടെ വില വർദ്ധിച്ചു വരികയാണ്. അത് അതായത് ഭൂമി, ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി അത് ആരംഭത്തിൽ ആർക്കും എഴുതി കൊടുത്തൊന്നുമല്ലെന്ന് ഓർത്തണം. ഇത് പൊതുസ്വത്താ. മനുഷ്യർക്ക് കൃഷി ചെയ്യാനും അവിടെ വസിക്കാനും കാലികൾക്ക് മേയാനുമുള്ള ഈ ഭൂമി കയ്യൂക്കുള്ളവന് ഒരു കാലത്ത് അത് സ്വന്തമാക്കി, പിന്നീട് അത് സ്വന്തമാക്കി കഴിയുമ്പോഴത്തേക്ക് അത് മറിച്ച് വിറ്റു എന്നുള്ളതാണ്. ഇപ്പം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഒരു ക്രയവിക്രയ വസ്തുവായിട്ട് മാറുക എന്നുള്ളതാണ്. അതായത് അത് വിറ്റ് കൈമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. കൃഷി ചെയ്യുന്നില്ല മനുഷ്യർ. തരിശായിട്ട് കിടക്കുന്ന ഒരുപാട് ഭൂമികളുണ്ടെന്നുള്ളതാണ് കൃഷി ചെയ്യാനായിട്ട് പറ്റാത്ത. പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണിത് ഇങ്ങനെ. അപ്പം ഇങ്ങനെ ഉള്ള ഭൂ ഉടമകൾക്കെതിരെയാണ് കർത്താവ് വിധിക്കുന്നത്. അപ്പം ഇത് അവരുടെ തിന്മ പറയുക മാത്രമല്ല, അടുത്ത വാചകത്തിൽ പറയുന്നത് എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെ കൊട്ടാരം പണിത് ജീവിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ വിസ്തൃതമായിട്ടുള്ള ഭൂമിയുടെ ഉടമകളായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സംഭവിക്കാൻ പോകുന്ന എന്തെന്നുള്ളത് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്യുന്നത് ഞാൻ കേട്ടു. ശപഥം ചെയ്യുന്നത് ഞാൻ കേട്ടു. കർത്താവിൻ്റെ ഒരു തീരുമാനമാണ്. അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും. അനേകം മന്ദിരങ്ങൾ, നിങ്ങൾ പണിതിരിക്കുന്ന അനേകം മന്ദിരങ്ങളിൽ താമസിക്കാനായിട്ട് ആളുണ്ടാവില്ല, ജനമില്ലാത്തതാകും. പിന്നെ മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും. 10 ഏക്കർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് 1 ബത്ത് വീഞ്ഞും 1 ഹോമർ വിത്തിൽ നിന്ന് 1 ഏഫ ധാന്യവും മാത്രം വിളവ് ലഭിക്കും. അതാണ്. അതായത് നിങ്ങളുടെ ലാൻഡ് ഫലഭൂഷ്ടമായിട്ടുള്ള അല്ലാതാക്കി തീർക്കും എന്നുള്ളതാണ്. അതായത് വേണ്ടത്ര പ്രൊഡ്യൂസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഫലം അതിൽ നിന്ന് കിട്ടിയല്ല. അതാണ്. അതുപോലെ മന്ദിരങ്ങൾ നിർജ്ജനമാകും, ജനമില്ലാത്തതായിട്ട് മാറും. അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഭൂമി അത് നിങ്ങൾക്ക് വിള നൽകുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഇടക്ക് കേരളത്തിലുണ്ടായ ഒരു വാർത്ത അച്ഛൻ കേട്ടിട്ടുണ്ടെന്നറിയാം. അതായത് 100 കണക്കിന് വീടുകൾ ആളില്ലാതെ താമസിക്കാതെ എല്ലാം അടച്ചിട്ടിരിക്കുക. കാരണം ഈ ആളിലൊക്കെ മിക്കവാറൊക്കെ വിദേശ രാജ്യങ്ങളിലാണ്, യൂറോപ്പിലും അമേരിക്കയിലൊക്കെയാണ്. വല്ലപ്പോഴും കൊല്ലത്തിലൊരിക്കൽ വന്നെങ്കിലായി, അല്ലെങ്കിൽ അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് വീടുകൾ. അതെ, അത് ഈ പറഞ്ഞ കെട്ടിപ്പൊക്കിയിട്ടുള്ള സൗധങ്ങളൊക്കെ ആളില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്, ജീർണിക്കുന്നു. അത് സാമൂഹ്യമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ചില വീടുകളിൽ തന്നെ താമസിക്കുന്നവരെന്ന് പറയുന്നത് വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കന്മാർ മാത്രമാണ്. അപ്പോൾ ഈ മുറികൾ 5-8 മുറികളൊക്കെയുള്ള വീടുകളെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ മുറികളൊന്നും സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, നമ്മളിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നിർജ്ജനമാകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ പറയുന്നത്, ഈ യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, കാരണം ഇത് നിങ്ങൾ അഴിമതിയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്ന ഒരു വലിയ തിന്മയെക്കുറിച്ച്, ദുരന്തത്തെക്കുറിച്ചാണ് അദ്ദേഹം 5-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇനി പ്രവാചകന് വിമർശിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ന്യായാധിപന്മാരാണ്. ഭൂ ഉടമകളുടെ നേരെയുള്ള വിമർശനം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ന്യായാധിപന്മാരും അവരും അഴിമതി കാണിക്കുന്നവരാണ്, അവരും അക്രമം കാണിക്കുന്നവരാണ്, അവർ ദരിദ്രരെ പീഡിപ്പിക്കുന്നവരാണ്. അവരുടെ അഴിമതിയെക്കുറിച്ച് അക്രമത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്ന അവർ കുറ്റവാളികളാണ്. 5-ാം അധ്യായം 23-ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട്. കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും
നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അതായത് കൈക്കൂലി വാങ്ങിയാണ് അവർ ചെയ്യുന്നത്. കൈക്കൂലി വാങ്ങി കുറ്റവാളികളെ എന്ത് ചെയ്യുന്നു? വെറുതെ വിടുന്നു, അവരെ മോചിപ്പിക്കുന്നുള്ളതാണ്. കൈക്കൂലി വാങ്ങി കുറ്റവാളികളെ മോചിപ്പിക്കുകയും നിരപരാധികൾക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്ന അവർക്ക് ദുരിതം ഉള്ളതാണ്. ഇനി 10-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ന്യായാധിപന്മാരുടെ തിന്മയെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. 10-ാം അധ്യായം. പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നതിനും എൻ്റെ ജനത്തിലെ എളിയവൻ്റെ അവകാശം എടുത്തു കളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം. ഇവിടെ ഓരോ തിന്മയാണ് പറയുന്നത്. അതായത് പാവപ്പെട്ടവനോ നീതി നിഷേധിക്കുന്നതിനും, അവരുടെ വിധി പ്രസ്താവനയാണ്, പാവപ്പെട്ടവരുടെ നീതി നിഷേധിക്കുന്നതിനും എൻ്റെ ജനത്തിലെ എളിയവൻ്റെ അവകാശം എടുത്തു കളയുന്നതിനും. എൻ്റെ ജനമാണ്, അതായത് കർത്താവിൻ്റെ ജനത്തിനെതിരായിട്ടുള്ള തിന്മയാണ്. എൻ്റെ ജനത്തിൻ്റെ അവകാശങ്ങൾ, എളിയവൻ്റെ അവകാശം, എൻ്റെ ജനത്തിലെ എളിയവൻ്റെ അവകാശം എടുത്തു കളയുന്നതിനും അവർ ആനുകൂല്യം കാണിക്കുന്നതല്ല, അവൻ്റെ റൈറ്റാണ് നിഷേധിക്കുന്നുള്ളതാണ്. എളിയവൻ്റെ റൈറ്റാണ്, കാരണം അവന് ശബ്ദമില്ല എന്നുള്ളതാണ്. അവൻ്റെ റൈറ്റ് അവർ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ളത് കാണും. എത്ര ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന് ഓർത്തണം. അതിന് ന്യായാധിപന്മാരെ ദൈവം നിയമിക്കുന്നതിൻ്റെ ഉദ്ദേശം നീതി നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ജനത്തിലെ എളിയവൻ്റെ അവകാശം എടുത്തു കളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും. കർത്താവിനെ പറയുന്നുണ്ട്, വിധവകളുടെ ഭവനത്തെ വിഴുങ്ങുന്നവർ എന്ന് പറയുന്നത്. വിധവകളെ കൊള്ളയടിക്കുന്നതിനും ഉപയോഗിക്കുന്ന വാക്ക് അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധികൾ പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം എന്നുള്ളതാണ്. അപ്പോൾ ഈ വിധി പ്രസ്താവം ഇവർക്ക് എതിരെയുള്ളതാണ്, അവർക്ക് ദുരിതം എന്നാണ്. വിധി പ്രസ്താവിക്കുകയും നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ശിക്ഷാവിധിയുടെ ഇതാണ്, മർദ്ദനമുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം ഉള്ളതാണ്. എന്നിട്ടാണ് അവന് നേരിടാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത വാചകം, ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്ത് നിന്ന് അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും. അവർക്ക് പിന്നീട് നമ്മൾ വരുന്ന വാക്യങ്ങളിലൊക്കെ നമ്മളത് വായിക്കുന്നില്ല. അപ്പൊ പിന്നീട് ഇവരെ നേരിടുന്ന, അതായത് ഇവരുടെ ഈ തിന്മയ്ക്ക് ഇവർ നേരിടാൻ പോകുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് കർത്താവ് പറയാണ്. അപ്പം ആ ശിക്ഷാവിധി എന്താണെന്ന് പറയുന്നു. അസീറിയ കർത്താവിൻ്റെ ഉപകരണമായിട്ട് മാറ്റുകയും അസീറിയ ഇവരെ കീഴ്പ്പെടുത്തുകയും ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ യെശയ്യാ പ്രവാചകന്റെ വിമർശനത്തിന് വിധേയമാകുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് സമൂഹത്തിലെ സമ്പന്ന വർഗമാണ്. ഈ സമ്പന്ന വർഗം ആഡംബര ജീവിതം നയിക്കുന്നവരാണ്, സുഖലോലുപതയിൽ കഴിയുന്നവരാണ്. അപ്പം ഇങ്ങനെ ആഡംബര ജീവിതവും സുഖലോലുപതയിലും കഴിയുന്ന ആളുകൾ എങ്ങനെയാണ് ഈ ജീവിത ശൈലി സ്വീകരിക്കുന്നത്? പാവപ്പെട്ടവനെ ഉപദ്രവിച്ചുകൊണ്ടാണ്, പാവപ്പെട്ടവനെ പീഡിപ്പിച്ചുകൊണ്ടാണ്, അവൻ്റെ അവകാശം നിഷേധിച്ചുകൊണ്ടാണ്. അവരുടെ ജീവിത ശൈലിയെക്കുറിച്ച് യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എത്രമാത്രം സുഖലോലുപരായിട്ടാണ് അവർ കഴിയുന്നതെന്നുള്ളതാണ്. അവർ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തിന്നാനും കുടിക്കാനും വേണ്ടി ജീവിക്കുന്നവരെ പോലെയാണ് പറയുന്നത്. ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മദിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞുമുണ്ട്. എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല. ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മദിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അപ്പം അത്രമാത്രം സുഖലോലുപതയിൽ ആ ഒരു ജീവിതം നയിക്കുകയാണ് വാസ്തവത്തിൽ. പിന്നെ വേറൊന്നും, അതായത് അവർക്ക് ചെയ്യാനൊന്നുമില്ല, എല്ലാം സമ്പാദിച്ചിട്ടുണ്ട്, ആഘോഷിക്കുക എന്നുള്ളതാണ്. ഇനി അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞുമുണ്ട് എന്നുള്ളതാണ്. എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ആഘോഷത്തിൽ വേണ്ടതായിട്ടുള്ള എല്ലാ
ഒരു 5 സ്റ്റാർ ആ സ്റ്റൈലാണ്. അതെ, എല്ലാം ഉണ്ട്. ആഘോഷത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാം, ആഡംബരങ്ങൾക്ക് വേണ്ടതായിട്ടുള്ളതെല്ലാം അവരുടെ ഉണ്ട്. എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ ജനം വിശപ്പ് കൊണ്ട് ദാഹം കൊണ്ട് മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ്. അങ്ങനെ ഒരു വിഭാഗം ഇങ്ങനെ സുഖലോലുപതി കഴിയുകയും മറ്റൊരു വിഭാഗം ജനങ്ങൾ, ഭൂരിപക്ഷം എന്ന് പറയുന്ന ആളുകൾ ദാഹിക്കുകയും കുടിക്കാൻ വെള്ളമില്ലാതെയും കഴിക്കാൻ ഭക്ഷണമില്ലാതെയും ഒക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നൊരു കാര്യമാണ്. അത് വലിയ തിന്മയാണ്. അവരെയും ശിക്ഷിക്കും എന്നുള്ളതാണ് പറയുന്നത്. അവരെയും വെറുതെ പിടിയല്ല. അപ്പം മാത്രമല്ല, ഈ ആമോസ് സമ്പന്നവർഗത്തിലെ സ്ത്രീകളെ, അവരുടെ ആഡംബര ജീവിതത്തെ, സുഖലോലുപതയെ വിമർശിക്കുന്നത് പോലെ തന്നെ യെശയ്യാ പ്രവാചകന് സമ്പന്നവർഗത്തിലെ ദരിദ്രരോട് കരുണ കാണിക്കാത്ത, അവരെ അവമതിക്കുന്ന സ്ത്രീകളെ വിമർശിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്ന ഒരു കാര്യം യെശയ്യായുടെ പുസ്തകം 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിലാണ് അവരെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ നീണ്ട ഒരു ഇതാണ്. അതിലേതാനും വാക്യങ്ങൾ വായിക്കാം. അവർക്കുള്ള ശിക്ഷാവിധിയും പറയുന്നുണ്ട്. സിയോൻ പുത്രിമാർ ഗർവിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കിലുക്കി അലസഗമനം ചെയ്യുന്നവരുമാണ്. അപ്പോൾ അവരെക്കുറിച്ചുള്ളൊരു വിവരണമാണ് ഈ സമ്പന്ന വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരു ഇതാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, സിയോൻ പുത്രിമാർ ഗർഭിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കിലുക്കി അലസഗമനം ചെയ്യുന്നവരുമാണ്. അപ്പോൾ അലസഗമനം ചെയ്യുന്ന എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും ജോലിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ സുഖലോലുപതയിൽ കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണ്? അവർക്കൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ്. കർത്താവ് അവരുടെ ശിരസ് ചിരങ്ങ് കൊണ്ട് നിറയ്ക്കും, അവരെ നഗ്നരാക്കും. അന്ന് കർത്താവ് അവരുടെ പാദത്തിന്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും കുണ്ടലവും വളയും കണ്ടപടവും ശിരോവസ്ത്രവും തോൾവളയും അരപ്പട്ടയും സുഗന്ധച്ചിമിഴും ഏലസും മുദ്രമോതിരവും മൂക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും മേലങ്കിയും കുപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും എടുത്തു മാറ്റും. നോക്കുക. അപ്പോൾ ഈ വിവരണം തന്നെ നമ്മൾ ഓർക്കുന്നത് എത്രമാത്രം അത്യാഡംബരത്തോടു കൂടിയാണ് ജീവിക്കുന്നത് ഓർക്കണം. വിലയേറിയ വസ്ത്രങ്ങളും വിലയേറിയ ലേപനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അവരുടെ ആഭരണങ്ങളെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത് ഓർക്കുന്ന ഒരു വശത്ത് നമ്മൾ ഓർക്കണം, മഹാഭൂരിപക്ഷം ആളുകൾ വിഷമിച്ച് ദരിദ്രർ കഴിയുമ്പോൾ അവരെ പരിഗണിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ തല ചവിട്ടിയരയ്ക്കുകയും, പ്രവാചകന്മാരുടെ ഭാഷയിൽ അതാണ്, അവരെ അവമതിക്കുകയും അവരെ പീഡിപ്പിക്കുകയും അന്യായമായിട്ട് അവരുടെ സ്വത്ത് തന്നെ സ്വന്തമാക്കുകയും ചെയ്യുന്ന ആളുകൾ, അത് പുരുഷന്മാരും സ്ത്രീകളും ഇതിൽപ്പെടുന്ന ഇതാണ്. അപ്പോൾ അവർ എങ്ങനെ ആഡംബരത്തോടു കൂടി ജീവിക്കുന്നു? പക്ഷെ ഇതിനെല്ലാം ഒരു അറുതി ഉണ്ടാകുന്ന ഒരു തിരിച്ചടി വരും. ഇതെന്തുകൊണ്ടാണ് തിരിച്ചടി വരുന്നത്? എന്തിനാണ് ഇങ്ങനെ ഈ തിരിച്ചടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ശിക്ഷാവിധിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അവരവരുടെ അക്രമത്തിൻ്റെ, അനീതിയുടെ, അഴിമതിയുടെ, തിന്മയുടെ ആയിട്ടുള്ള പ്രവർത്തനം അവസാനിപ്പിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷ അതാണ് ഇവരുടെ ശബ്ദമാണ്. അങ്ങനെയാണ് തിരിച്ചടി ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ നീതി നിഷേധിക്കുന്ന, അന്യായം പ്രവർത്തിക്കുന്ന, സമൂഹത്തിലെ ദരിദ്രരെ പീഡിപ്പിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ കാണുന്നൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ടല്ലോ, അവരുടെ ഈ മതജീവിതത്തിൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ അവർ ബദ്ധശ്രദ്ധ
നല്ല ശ്രദ്ധ, അതീവ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ പാലിക്കുന്ന ആൾക്കാരാണ്. രണ്ടും രണ്ട് തലങ്ങളിലാണ് മാത്രം. ആ ജീവിതം വേറെ, അതെ, അത് ഭക്തി വേറെ. അപ്പോൾ അത്രയും അതീവ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി ആചാരാനുഷ്ഠാനങ്ങളും മതജീവിതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരോട് പറയുന്ന ഒരു കാര്യമാണ് ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. അത് എല്ലാ പ്രവാചകന്മാരും പറയുന്നൊരു കാര്യമാണ്. പൊള്ളയായിട്ടുള്ളൊരു മതജീവിതം നയിക്കുന്നവരാണ്. അതിൽ 1-ാം അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. ഇവരുടെ ബലികളിലും പ്രാർത്ഥനകളിലും ദൈവം സംപ്രീതനാവുകയില്ലെന്ന് മാത്രമല്ല, ദൈവം അതിൽ നിന്നൊക്കെ മുഖം മറയ്ക്കും, ദൈവത്തിനത് അപ്രീതി ഉണ്ടാക്കും എന്നുള്ളതാണ്. ഒന്ന് വായിക്കാവോ? സോദോമിന്റെ അധിപതികളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിന്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആർ നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസ്യയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. പിന്നെ നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തമംഗലം. ഓക്കെ, അപ്പോൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മൾ ഓർക്കണം, ഉപയോഗിച്ച പദങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. എത്ര പ്രാർത്ഥിച്ചാലും, അതായത് പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തോട് ബന്ധപ്പെടാനായിട്ട് ദേവാലയത്തിലേക്കൊക്കെ വരുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങളിൽ പ്രസാദിക്കുകയില്ല, നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും എന്നുള്ളതാണ്. ഓർക്കണം, ചിലപ്പോഴും അതായത് ഈ കൊള്ള മുതൽ മനുഷ്യരെ പീഡിപ്പിച്ച് ഉണ്ടാക്കിയ ഈ കൊള്ള മുതലിൻ്റെ ഒരു പങ്ക് ദൈവത്തിന് കൊടുക്കുന്ന മനുഷ്യരുണ്ടെന്നുള്ളതാണ് ഈ ബലിയർപ്പണത്തിനായിട്ട് വരുന്ന ആൾക്കാർ. അപ്പം ദൈവത്തെയും ഇങ്ങനെയൊക്കെ ചെയ്ത് പ്രീതിപ്പെടുത്താമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവരുടെ അഭയം ദൈവമായിട്ട് തന്നെയാണ് ഇവർ കാണുന്നത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമായിട്ട് കരുതുകയാണ്. ദൈവത്തെ വിട്ടുകളയുന്നില്ല ഇവർ എന്ന് പറയാം. ദൈവത്തിനെ വിട്ടുകളയുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ മുഴുവി നിന്ന് ദൈവം എന്നെ ഞങ്ങളിൽ പ്രസാദിക്കും, ദൈവം നമുക്ക് അനുഗ്രഹം തരുമെന്നുള്ളൊരു പൊള്ളയായിട്ടുള്ള ഒരു വിശ്വാസം ഇവർക്കുണ്ടെന്നുള്ളതാണ്. അർത്ഥമില്ലാത്തൊരു വിശ്വാസം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരെ നോക്കിയാണ് കർത്താവ് പറയുന്നത്, പ്രവാചകങ്ങളിലൂടെ പറയുന്ന ഒരു കാര്യം, പ്രസാദിക്കുകയല്ല. ഇനി നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് പറയുകയാണ്. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ അല്ലേ? 1-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുക. നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ. നീതി അന്വേഷിക്കുവിൻ. മർദ്ദനം അവസാനിപ്പിക്കുവിൻ. അനാഥരോട് നീതി ചെയ്യുവിൻ. വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. അതെ, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. അവർ ചെയ്യേണ്ടതാണ്. അവരുടെ സാമൂഹികമായിട്ടുള്ള ചില കടമകളുണ്ട്. നീതി പ്രവർത്തിക്കുക, അതിൽ ദരിദ്രരോട് വിധവകളോട് ഒക്കെ അനുകമ്പ കാണിക്കുക എന്നുള്ളതാണ്. ഇതാണ് ചെയ്യേണ്ടത്. അനീതി പ്രവർത്തിക്കുന്നവർ അനീതി അവസാനിപ്പിക്കുക, ദുഷ്കർമ്മങ്ങൾ അവസാനിപ്പിക്കുക. അതുകൊണ്ടാണ് വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അനുസരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്ന വാക്യം, 19-ാമത്തെ വാക്യം, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം സമ്പാദിക്കും, അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും, കർത്താവ് അരുളി ചെയ്യുന്നതാണ്. അപ്പം ഈ സാമൂഹ്യ ദർശനം യേശയ്യായുടെ സാമൂഹ്യ ദർശനമാണ്. അപ്പം ഇനി ഇത് സംഭവിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കടന്നുവരവുണ്ടാകും. അത് പ്രതികാരത്തിൻ്റെ ദിവസമായിരിക്കും എന്നുള്ളതാണ്. 2-ാം അധ്യായത്തിൽ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. പ്രതികാര ദിവസമായിരിക്കും എന്നുള്ളതാണ്. ഈ പ്രതികാര ദിവസം, കർത്താവിൻ്റെ ദിവസം, ഇവരെ സംബന്ധിച്ചിടത്തോളം, അനീതി പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അപമാനത്തിൻ്റെ ദിവസമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ ഇദ്ദേഹം അവസാനിപ്പിക്കുന്നത് എന്നുള്ളത്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡ് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇത്രയും സമയം
യെശയ്യാ പ്രവാചകനിലൂടെ സാമൂഹ്യ അനീതിക്കെതിരെ ഉയർത്തിയ ശബ്ദമാണ് നമ്മൾ കേട്ടത്. സമൂഹത്തിലെ സമ്പന്നരും ന്യായാധിപന്മാരും ഒക്കെ എന്തുമാത്രം അഴിമതികളും അക്രമങ്ങളുമാണ് പാവപ്പെട്ടവർക്കെതിരെ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ശക്തമായ താക്കീത് പ്രവാചകൻ കൊടുക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ബൈബിളിലെ സാമൂഹ്യ ദർശനം, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെയും നന്ദി, നമസ്കാരം.